നടക്കുന്നില്ല എന്ന വിവരമുണ്ട്. അക്കാര്യത്തിൽ എല്ലാ തലത്തിലും പരിശോധന നടത്താനും ശ്രദ്ധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന അനുഭവം ഉണ്ടാകരുത്. ഇന്ന് സൗജന്യ റേഷൻ വിതരണം ആരംഭിച്ചതിൻ്റെ ആദ്യ ദിവസമാണ്. മെച്ചപ്പെട്ട നിലയിലാണ് റേഷൻ വിതരണം നടന്നത്. ചില കേന്ദ്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ കസേരയും കുടിക്കാൻ വെള്ളവും നൽകുന്ന അനുഭവമുണ്ടായി. പൊതുവെ ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും റേഷൻ വിതരണത്തിൽ ക്രിയാത്മക ഇടപെടലാണ് നടത്തിയത്. ഇന്ന് 14.5 ലക്ഷത്തോളം പേർക്ക് റേഷൻ വിതരണം ചെയ്തു. 21,472 മെട്രിക് ടൺ അരിയാണ് വിതരണം ചെയ്തത്. ഈ മാസം 20 വരെ സൗജന്യ റേഷൻ വിതരണം തുടരും. അരിയുടെ അളവിൽ കുറവുണ്ട് എന്ന ഒറ്റപ്പെട്ട പരാതി ഉയർന്നിട്ടുണ്ട്. അത് റേഷൻ ഷാപ്പ് ഉടമകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ കർശനമായ നടപടിയുണ്ടാകും എന്നത് ഇപ്പം തന്നെ പറയുകയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൗജന്യ അരി വീടുകളിലെത്തിക്കും. ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ക്ഷേമ പെൻഷൻ പോയി വാങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അവർ ആശങ്കപ്പെടേണ്ടതില്ല. ക്ഷേമ പെൻഷൻ്റെ തുക ബന്ധപ്പെട്ട ബാങ്കിൽ തന്നെ സൂക്ഷിക്കും. ക്വാറന്റൈൻ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ തുക വാങ്ങാവുന്നതുമാണ്. നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ് മിൽമ നേരിട്ടൊരു പ്രതിസന്ധി. പാല് വലിയ തോതിൽ വർദ്ധിക്കുന്ന നില വന്നു. ഇവിടെ 1,80,000 ലിറ്റർ പാല് മിച്ചമായി വരുന്ന അവസ്ഥ വന്നു. അപ്പോഴാണ് തമിഴ്നാട്ടിൽ വെച്ച് അത് പാൽപ്പൊടിയാക്കി മാറ്റാനുള്ള സഹായം വേണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രിയോട് ആ കാര്യം ആവശ്യപ്പെട്ടുവെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അതിൽ ഇടപെടലുണ്ടായി. പ്രതിദിനം 50,000 ലിറ്റർ പാൽ ഈറോഡുള്ള പാൽപ്പൊടി ഫാക്ടറിയിൽ പാൽപ്പൊടിയാക്കാൻ സ്വീകരിക്കാമെന്ന് തമിഴ്നാട് ക്ഷീര ഫെഡറേഷൻ ആവിൻ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പാല് സ്വീകരിക്കുന്നതിന് ശ്രമിക്കാമെന്നും തമിഴ്നാട് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇടപെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇങ്ങനെ വന്നാലും മിൽമയുടെ കയ്യിൽ പാൽ സ്റ്റോക്ക് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി നാളെ മുതൽ മിൽമയുടെ പാൽ സംഭരണവും വർദ്ധിക്കും. ഇതിൻ്റെ ഭാഗമായി പാല് കൂടുതലായി ജനങ്ങൾ വാങ്ങാൻ ശ്രദ്ധിച്ചാൽ ക്ഷീരകർഷകർക്കത് വലിയ ആശ്വാസമാകും. മിൽമയുടെ പാലും മറ്റുൽപ്പന്നങ്ങളും കൺസ്യൂമർ ഫെഡ് ശൃംഖല വഴി
വിതരണം ചെയ്യാമെന്ന് കൺസ്യൂമർ ഫെഡ് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മറ്റൊരു നടപടിക്കും സർക്കാർ തയ്യാറാവുകയാണ്. അതായത് ഈ ബാക്കി വരുന്ന പാല് നമ്മുടെ സംസ്ഥാനത്ത് അംഗൻവാടി മുഖേന വിതരണം ചെയ്യാനും അതിഥി തൊഴിലാളികൾക്ക് ക്യാമ്പുകളിൽ നൽകുന്നതിനും നടപടി സ്വീകരിക്കും. അത്തരത്തിൽ ക്ഷീരകർഷകരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാമെന്നാണ് കണ്ടിട്ടുള്ളത്. റോഡിൽ ഇന്നാളുകൾ കുറഞ്ഞു എന്ന് തന്നെയാണ് അനുഭവം. റേഷൻ വിതരണം ക്രമീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ശാരീരിക അകലം പൊതുവെ പാലിക്കാൻ കഴിഞ്ഞുവെന്ന് പറയുന്നുണ്ട്. ലോക്ക്ഡൗൺ പാലിക്കുന്നതിലെ കാർക്കശ്യം തുടരേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്ന ആളുകളെ തിരിച്ചുവിടുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. 22,338 കേസുകൾ ഇതേവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2,155 പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. 12,783 വാഹനങ്ങൾ പിടിച്ചുവെച്ചു. ഇനി ആലോചിക്കുന്നത് എപ്പിഡമിക് ആക്ട് പ്രകാരമുള്ള കേസ് എടുക്കുന്നതിനാണ്. നമ്മുടെ സംസ്ഥാനത്തേക്ക് ചരക്ക് കൊണ്ടുവരുന്നതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 2,153 ട്രക്കുകൾ സാധനങ്ങളുമായി എത്തിയിട്ടുണ്ട്. ഇത് ആശ്വാസകരമായ നിലയാണ്. കർണാടകയിലെ റോഡ് പ്രശ്നം നിലനിൽക്കുന്നു. റോഡ് ബ്ലോക്ക് ചെയ്ത് ചരക്ക് നീക്കമടക്കം തടയുന്നത് ഒഴിവാക്കണമെന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. അതിർത്തി അടച്ചതിനാൽ ചികിത്സ കിട്ടാതെ 7 പേരാണ് കാസർഗോഡിൻ്റെ അതിർത്തിയിൽ മരണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസും നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 1,316 കമ്മ്യൂണിറ്റി കിച്ചനുകളാണ് പ്രവർത്തിക്കുന്നത്. 2,70,913 പേർക്ക് ഇന്ന് ഭക്ഷണം വിതരണം ചെയ്തു. അതിൽ 2,45,607 സൗജന്യമാണ്. സന്നദ്ധ സേനയുടെ രജിസ്ട്രേഷൻ നല്ല പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് 2,01,950 പേർ സന്നദ്ധം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ യുവജന കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത 21,000 പേരും സന്നദ്ധം പോർട്ടലിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. രജിസ്ട്രേഷൻ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാക്കും. ഓരോ പഞ്ചായത്തിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിഥി തൊഴിലാളികൾക്ക് മതിയായ താമസ സൗകര്യവും അവിടെ ഭക്ഷണവുമാണ് സർക്കാർ ഏർപ്പാട് ചെയ്യുന്നത്. എന്നാൽ ഒരു പുതിയ പ്രശ്നം ഉയർന്നു വന്നതായി കാണുന്നുണ്ട്.
അതിഥിത്തൊഴിലാളികളിൽ ചിലർ ചില ഫാക്ടറികളിൽ ജോലി ചെയ്ത് അവിടെ താമസിച്ച് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. ചില തൊഴിലുടമകൾ ഇത്തരത്തിലുള്ള തൊഴിലാളികളോട് ഭക്ഷണ സമയത്ത് സർക്കാർ ഒരുക്കിയ ക്യാമ്പിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്. അതൊരു ശരിയായ നടപടിയല്ല. ഇതേവരെ ഉണ്ടായ സൗകര്യം അതിഥി തൊഴിലാളികൾക്ക് അത്തരം തൊഴിലുടമകൾ തുടർന്നും അനുവദിക്കുകയാണ് വേണ്ടത്. കോവിഡ് കഴിഞ്ഞാൽ നാളെയും തൊഴിലാളികൾ അവർക്ക് ആവശ്യമുള്ളതാണ്. ഇന്നത്തെ ഒരു വിഷമസ്ഥിതിയിൽ അവരെ കൈയൊഴിയുന്ന നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടില്ല. പ്രാദേശികമായി കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിക്കണമെന്ന് നേരത്തെ തന്നെ നാം നിർദ്ദേശിച്ചതാണ്. ഇന്ത്യ ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ വ്യക്തമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പല വിളകളുടെയും വിളവെടുപ്പിൻ്റെ ഘട്ടമാണിത്. എന്നാൽ ചിലയിടത്ത് ചില വിളകൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തി വിളവെടുപ്പിനും സംഭരണത്തിനും നടപടി സ്വീകരിക്കേണ്ടതാണ്. പൈനാപ്പിള് വിളവെടുക്കേണ്ടതും സംഭരിക്കേണ്ടതുമായ കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. മാങ്ങയുടെ പ്രശ്നവും നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവ സംഭരിക്കാനും വിൽക്കാനുമുള്ള നടപടികൾ കൃഷി വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുരുമുളക് പോലുള്ള ചില വിളകൾ എടുത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് കർഷകർ തന്നെ അത്തരം വിളകൾ എടുക്കാനും സൂക്ഷിക്കാനും തയ്യാറാകണം. കാരണം ഇത് നശിച്ചു പോകുന്ന വിളകളല്ല. ഈ ഘട്ടം കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റും. അതോടൊപ്പം സ്ഥലത്തെ സഹകരണ സംഘവുമായി ആലോചിച്ച് കീലോൺ സിസ്റ്റത്തിൽ കുരുമുളക് പോലുള്ള കാർഷിക വിളകൾ സഹകരണ സംഘത്തിൽ ഏൽപ്പിക്കാൻ കഴിയുമോ എന്നതും ചിന്തിക്കാവുന്നതാണ്. ഏലം കൃഷിയുടെ കാര്യത്തിൽ മരുന്നടിക്കേണ്ട ഘട്ടമാണിത്. അപ്പം അതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് കണ്ടിട്ടുണ്ട്. കശുവണ്ടി വിളവായി കഴിഞ്ഞിട്ടുണ്ട്. സംഭരിക്കേണ്ട സമയമാണിത്. ഇപ്പോൾ കൃഷിക്കാർ കശുവണ്ടി ശേഖരിക്കേണ്ടതാണ്. ഇപ്പോൾ ചിലയിടങ്ങളിൽ സഹകരണ സംഘങ്ങൾ കശുവണ്ടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിക്കാർ കശുവണ്ടി നശിച്ചു പോകാതെ ശേഖരിക്കാനും സൂക്ഷിക്കാനും തയ്യാറാവുക. ഇപ്പോൾ കൊടുക്കാൻ സംവിധാനമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ലോക്കൗട്ട് ഘട്ടം കഴിഞ്ഞാൽ അത് കൊടുക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും.
അതുപോലെ തന്നെ ഓയിൽ പാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിളവിൻ്റെ സമയമാണ്. അതിലും വിളവ് നശിക്കാതെ എടുക്കേണ്ടതായിട്ടുണ്ട്. വിളയാറായ വാഴക്കൃഷി ഏറ്റവും പ്രധാനം ഈ വേനൽക്കാലത്ത് വെള്ളം കൊടുക്കലാണ്. അപ്പോൾ ആവശ്യമായ വെള്ളം നനക്കൽ ഈ ഘട്ടത്തിലായാലും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും കൂട്ടത്തോടെ ചെയ്യേണ്ട പണിയല്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലും കൃഷിക്കാർക്ക് ഇത്തരം വിളകൾ നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ കഴിയേണ്ടതാണ്. ഹോർട്ടികോർപ്പിൻ്റെ നേതൃത്വത്തിൽ പച്ചക്കറി സംഭരണം മുടക്കമില്ലാതെ നടക്കും എന്നറിയിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ എല്ലാവരും തയ്യാറാകേണ്ടതുമാണ്. മത്സ്യവുമായി ബന്ധപ്പെട്ട് ഹാർബറിലെ ലേല നടപടികൾ അത് വലിയ ജനക്കൂട്ടം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ലേല നടപടികൾ നേരത്തെ തന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ആൾക്കൂട്ടം വലിയ തോതിലുണ്ടാകുന്ന ലേല നടപടികൾ പാടില്ല. അതുകൊണ്ട് തന്നെ മത്സ്യലേലം ഫലത്തിൽ നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിൽപ്പന വില നിശ്ചയിക്കാൻ മത്സ്യവകുപ്പ് തന്നെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഹാർബറുകളിൽ ഹാർബർ മാനേജ്മെൻറ്റ് സൊസൈറ്റികളുണ്ട്. ആ സൊസൈറ്റികൾ വിൽപ്പന വില നിശ്ചയിക്കും. മത്സ്യം വേണ്ടവർ ഇവരെ നേരിട്ട് അറിയിച്ച് മത്സ്യം വാങ്ങുന്നതിനുള്ള ക്രമീകരണമാണ് ഒരുക്കുന്നത്. അതിനുള്ള ഒരു IT സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നേരത്തെ അറിയിക്കാം, ആവശ്യമായ അകലം കൃത്യമായി പാലിച്ച് വേണ്ട മത്സ്യം ഒരു തിരക്കുമില്ലാതെ വാങ്ങിപ്പോകാനുള്ള സൗകര്യം മത്സ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പൊതുവായ പ്രവർത്തനത്തിൽ പൊതു ഇടങ്ങൾ അണുവിമുക്തമാക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്തുത്യർഹമായ പ്രവർത്തനമാണ് സംസ്ഥാന വ്യാപകമായി നടത്തുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യ രോഗികൾക്ക് മരുന്നെത്തിച്ചു കൊടുക്കാൻ ഫയർഫോഴ്സിൻ്റെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വളരെ അകലെ മരുന്നെത്തിക്കേണ്ട ചില അപൂർവ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നൊരു മരുന്ന് കാസർഗോഡ് എത്തിക്കണമെങ്കിൽ ആ കാര്യത്തിൽ പോലീസ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് കണ്ടിട്ടുണ്ട്. അതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഫയർഫോഴ്സും പോലീസും ഇക്കാര്യത്തിൽ സഹകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുക. നേരത്തെ പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, അമിതവില ഈടാക്കൽ ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് വിജിലൻസിനെ ചുമതലപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. 212 വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയുണ്ടായി. 91 സ്ഥാപനങ്ങൾക്കെതിരെ
നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ പരിശോധന കർക്കശമായി തുടരും. മദ്യഷാപ്പുകൾ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് വ്യാജ മദ്യ നിർമ്മാണത്തിന് ചിലർ പല പ്രദേശങ്ങളിലും തയ്യാറായതായി വാർത്തകൾ വരുന്നുണ്ട്. വ്യാജമദ്യ ഉൽപ്പാദനം കർക്കശമായി തന്നെ തടയും. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അതോടൊപ്പം മദ്യാസക്തി കൂടുതലുള്ളവരെ വിമുക്തി കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ സാമൂഹ്യ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ജാഗ്രതയോടെ ഇടപെടേണ്ടതാണ്. ആ പ്രവർത്തനം ചിലപ്പോൾ അത്തരം ആളുകളെ മദ്യാസക്തിയിൽ നിന്ന് പൂർണ്ണമായി മുക്തരാക്കാൻ സഹായിക്കും. നമ്മുടെ സംസ്ഥാനത്ത് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഇരയാകുന്നവരെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അതിന് കൗൺസിലിംഗ് നൽകുന്നത് ഊർജിതമാക്കും എന്നറിയിച്ചിരുന്നു. ഇപ്പോൾ 947 കൗൺസിലർമാർ സംസ്ഥാനത്താകെ ഇതിന് സജ്ജരാണ്. ഇത് കൂടുതൽ വിപുലപ്പെടുത്തും. ചില വാർത്തകൾ വല്ലാത്ത അസ്വാസ്ഥ്യം എല്ലാവരിലും ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കൊറോണ രോഗം സ്ഥിരീകരിച്ച ഒരാളുടെ കുടുംബാംഗം ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത നാം കണ്ടു. രോഗം പൂർണ്ണമായും ഭേദപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തിയ ഒരാളെ ഭാര്യ വീട്ടിൽ കയറ്റിയില്ല. അയാൾക്ക് പ്രത്യേക താമസ സൗകര്യം ജില്ലാ അധികൃതർ ഒരുക്കേണ്ടി വന്നു എന്നതും ഈ ഘട്ടത്തിലുണ്ടായി. അജ്ഞത കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും ഭയം കൊണ്ടുമാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കൗൺസിലിങ്ങും ഇതര ബോധവൽക്കരണ നടപടികളും ശക്തിപ്പെടുത്തണം എന്നാണ് സർക്കാർ കാണുന്നത്. കൊറോണ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഇതിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇക്കാര്യത്തിൽ പ്രചരിപ്പിക്കേണ്ടത്. അതല്ലാത്തത് കണ്ടെത്തി തടയണം എന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശത്തുള്ള പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ വിദേശങ്ങളിൽ താമസിക്കുന്ന പ്രവാസികളിൽ അപൂർവം ചിലർ മരണപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ മരണപ്പെടുന്നവരുടെ മൃതദേഹം സാധാരണ നാട്ടിലെത്തിക്കാറുമുണ്ട്. ഇപ്പോൾ യാത്രാ വിമാനമില്ല. അപ്പോൾ അത്തരം മൃതദേഹം ചരക്ക് വിമാനങ്ങൾ ഉപയോഗിച്ചാണ് നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. ആ തരത്തിൽ ക്രമീകരണം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ കുടുംബമായി താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാതെ
കൂട്ടായി താമസിക്കുന്നവരുണ്ട്, ബാച്ചിലേഴ്സ് അക്കോമഡേഷൻ. അതിൽ കൂടുതൽ ആളുകൾ ഒന്നിച്ചൊരു റൂമിൽ താമസിക്കുകയാണ്. അതിലൊരാൾക്ക് പനിയോ ചുമയോ മറ്റോ വന്നാൽ ഈ ഘട്ടത്തിൽ പരിശോധിക്കാൻ പോകും. പരിശോധിക്കും, നിങ്ങൾ ക്വാറന്റൈനിലേക്ക് പോകണമെന്ന് പറയും. എവിടെ പോകും? അയാൾ അതേവരെ താമസിച്ച റൂമിൽ ക്വാറന്റൈൻ എന്ന നിലക്ക് കഴിയാൻ പറ്റില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് താമസിക്കുന്നതിന്, ക്വാറന്റൈൻ കഴിയുന്നതിന് ഉള്ളൊരു സൗകര്യം അവിടെയുള്ള എംബസി ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തന്നെ കാണേണ്ടതുണ്ട് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുന്നതാണ്. നമ്മുടെ അങ്ങനെ വരുമ്പോൾ അവർക്കും സ്തുത്യർഹമായ രീതിയിൽ സംസ്ഥാനത്ത് ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിനും, അതേപോലെ തന്നെ പല വീടുകളിലും ചെല്ലേണ്ട പാചകവാതക വിതരണക്കാർക്കും ഈ പറയുന്ന ഇൻഷുറൻസ് പരിരക്ഷ നൽകേണ്ടതാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തും. സന്നദ്ധ പ്രവർത്തനം നാടിന് ഒരു മാതൃകയായി നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മാതൃകയാക്കാൻ പറ്റുന്നവരാവണം സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അത്തരം ചിലർ നാടിന് ഒരു മാതൃകയായി നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മാതൃകയാക്കാൻ പറ്റുന്നവരാവണം സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല. അത്തരം ചിലർ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വയം ബാഡ്ജ് അച്ചടിച്ച് കഴുത്തിൽ തൂക്കി സ്വയം പ്രഖ്യാപിത സന്നദ്ധ പ്രവർത്തകരാകുന്ന ചിലരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതും ഒഴിവാക്കേണ്ടതാണ്. സന്നദ്ധ പ്രവർത്തനമാണ്.
അതായത് അത് വേതനം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ല. അത്യപൂർവം ഒറ്റപ്പെട്ട രീതിയിൽ സന്നദ്ധ പ്രവർത്തനത്തിന് വേതനം നൽകുന്നതും കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒന്നും അംഗീകരിക്കാനാവില്ല. തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത 60 പേര് സംസ്ഥാനത്ത് നിരീക്ഷണത്തിലാണ്. ഇക്കാര്യത്തിൽ പ്രത്യേക ഭയപ്പാടിൻ്റെ അടിസ്ഥാനമൊന്നുമില്ല. നമ്മൾ കാണേണ്ടത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിന് തൊട്ടു മുൻപുള്ള അവസ്ഥ, അത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. ആരാധനാലയങ്ങൾ, വിവാഹം പോലുള്ള സാമൂഹ്യ ചടങ്ങുകൾ, ഇതിലൊക്കെ ധാരാളം ആളുകൾ പങ്കെടുത്ത അനുഭവം നമുക്കുണ്ട്. അങ്ങനെയെല്ലാം നിൽക്കുന്ന ഘട്ടത്തിലാണ് അതെല്ലാം ഒഴിവാക്കണമെന്ന നിലപാട് നാം സ്വീകരിച്ചത്. അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നതായി കാണുന്നുണ്ട്. ഈ തബ്ലീഗ് സമ്മേളനത്തെക്കുറിച്ചും അതിൽ പങ്കെടുത്തവരെക്കുറിച്ചും പിന്നെ അതുമായി ബന്ധപ്പെട്ട അവരുടെ മതത്തെക്കുറിച്ചും അസഹിഷ്ണുതയോടെയുള്ള പ്രചരണം ചിലർ അടിച്ചുവിടുന്നതായി കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയാണ് ഇതിനു വേണ്ടി വ്യാപകമായി ദുരുപയോഗിക്കുന്നത്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ രോഗകാലത്ത് വർഗീയ വിളവെടുപ്പ് നടത്താൻ ആരും തുനിഞ്ഞിറങ്ങേണ്ടതില്ല. കൊറോണ വൈറസ് മതം നോക്കി ബാധിക്കുന്ന ഒന്നല്ല. നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കുക എന്നതാണ് പ്രധാനം. ഒന്നിച്ചു നിന്ന് ജാഗ്രത പാലിക്കാനാണ് നമ്മുടെ സമൂഹം മൊത്തത്തിൽ ശ്രദ്ധിച്ചത്. അത് ആ നിലയിൽ തന്നെ തുടരേണ്ടതാണ്. നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് എല്ലാ വിഭാഗങ്ങളും വ്യത്യസ്തങ്ങളായ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന പരിപാടികൾ ഒഴിവാക്കിയ മാതൃകാപരമായ നടപടി നാം ഇവിടെ ഓർക്കേണ്ടതാണ്. കുട്ടികൾക്കുള്ള വാക്സിനേഷൻ അത് ഇപ്പോൾ നടത്തേണ്ടതാണെങ്കിൽ അതിനുള്ള ക്രമീകരണം ആരോഗ്യവകുപ്പ് വരുത്തുന്നതാണ്. അതായത് അതിൻ്റെ തുടർച്ച മുടങ്ങിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കടമുറികൾ വാടകയ്ക്കെടുത്തവർക്ക് സന്തോഷം നൽകുന്നൊരു വാർത്തയുണ്ട്. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ അടച്ചിട്ട കടമുറികൾക്ക് 1 മാസത്തെ വാടക ഇളവ് നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ സർക്കാർ അത്തരമൊരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചിരുന്നു. അത് മാനിച്ചത് സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാഗത്തു നിന്നും നല്ല പിന്തുണയാണ് ലഭിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 30 IC യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് BPCL 1 കോടി രൂപ നൽകിയിട്ടുണ്ട്. കണ്ണൂർ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് 1 കോടി രൂപയും പത്തനംതിട്ട താലൂക്ക് ആശുപത്രിക്ക് 56 ലക്ഷം രൂപയും നൽകുന്നതിന് BPCL തീരുമാനിച്ചിട്ടുണ്ട്. ജോർദാനിൽ സിനിമാ ചിത്രീകരണത്തിന് പോയ സംഘം ബ്ലസിയും പൃഥ്വിരാജും ഉൾപ്പെടെ
അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയം വിശദമാക്കിക്കൊണ്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു. ആവശ്യമായ സഹായം നൽകാമെന്ന് ജോർദാനിലെ ഇന്ത്യൻ എംബസി ഇമെയിലിൽ അറിയിച്ചിട്ടുമുണ്ട്. ഇന്നലെ മാർച്ച് 31 സർക്കാർ ജീവനക്കാരും അധ്യാപകരുമെല്ലാം വിരമിക്കുന്നത് വൈകാരികമായ യാത്രയയപ്പ് ചടങ്ങുകളോടെയാണ്. ലോക്ക്ഡൗണിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചടങ്ങുകൾ ഒന്നും ഇന്നലെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് സേവനം അനുഷ്ഠിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് ഏകനായി വിരമിക്കുന്നയാൾ ഇറങ്ങിപ്പോകുന്ന വാർത്തകൾ നാം കാണാനിടയായത്. അത്തരത്തിലുള്ള ചിത്രം ഇന്ന് ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ ഔപചാരികമായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നാട് നേരിടുന്ന ഇന്നത്തെ പ്രതിസന്ധിയെ മറികടക്കാൻ അവരുടെ ആകെ സേവനം ആകാവുന്ന വിധത്തിൽ ഉപയോഗിക്കണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഒരു കാര്യം ഇവിടെ പറയേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തെക്കുറിച്ചാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന ആ സംവിധാനം പരാതികളുടെ എണ്ണം കൊണ്ടും കാര്യക്ഷമത കൊണ്ടും രാജ്യത്തെ ഏറ്റവും മികച്ച ഓൺലൈൻ പരാതി പരിഹാര സംവിധാനം എന്ന ഖ്യാതി നേടിയിട്ടുണ്ട്. 2,67,18 പരാതികൾ ഇതുവഴി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ കാരണം ആ സംവിധാനത്തിന് ഒരു പ്രധാന അംഗീകാരം ലഭിച്ചതുകൊണ്ടാണ്. സ്ട്രെയിറ്റ് ഫോർവേഡിന് ISO സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുന്നു. ഒരു പൊതുജന പരിഹാര സംവിധാനത്തിന് ISO സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ആദ്യമാണെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം പായിപ്പാട്ട് അതിഥി തൊഴിലാളികൾ തെരുവിലിറങ്ങിയ ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ പൊതുവെ ഒഴിഞ്ഞു നിന്നിരുന്നു. ഒരു ചാനൽ തുടക്കത്തിൽ തന്നെ അത്തരം ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ആ ചാനലിന് നേരെ വളരെ മോശമായ സോഷ്യൽ മീഡിയ ആക്രമണമുണ്ടായതായി പരാതി ലഭിച്ചിട്ടുണ്ട്. തങ്ങളുടെ വഴിയിൽ വന്നില്ലെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കളയാം എന്ന രീതി അംഗീകരിക്കാനാവില്ല, അത് അനുവദിക്കുകയുമില്ല. പരാതികൾ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ടായിരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാന തീരുമാനമെടുത്തു. സാധാരണ ഒരു മന്ത്രിയുടെ ഒരു മാസത്തെ ശമ്പളവും എല്ലാം കണക്കാക്കിയാൽ 92,423 രൂപയാണ് വരിക. അതൊരു 1,00,000 രൂപയാക്കി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും നൽകുക എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്.
അതോടൊപ്പം ദുരിതാശ്വാസ നിധിയിൽ ഇന്ന് ദേശാഭിമാനി ജീവനക്കാരുടെ സംഭാവനയായി 1,07,00,000 രൂപ ലഭിച്ചിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട വാർത്ത, നമുക്ക് മാസ്കുകൾ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ മാസ്കിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാവണം ശ്രീ MA യൂസഫ് അലി ഡൽഹിയിൽ നിന്ന് 1,00,000 മാസ്ക് വാങ്ങി ഇവിടെ എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവെ ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. ഗൾഫിലെ കാര്യം CM സൂചിപ്പിച്ചായിരുന്നല്ലോ. അതായത് ഗൾഫിൽ നിന്ന് വന്നവരാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. അപ്പോൾ ഈ ദുബൈയിലെ ദൈറ, നെയ്ഫ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് ഇത്രയും കൂടുതൽ. അപ്പോൾ നേരത്തെ CM ഒരു ഇടപെടൽ നടത്തിയെന്ന് അവിടുന്ന് കേട്ടായിരുന്നു. അതായത് അവിടെ ഈ കൂട്ടത്തോടെ താമസിക്കുന്നവരുടെയൊക്കെ മറ്റും, അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് അറിയാനൊരു ഇടപെടൽ നമുക്ക് സാധ്യമാണോ നമ്മുടെ നോർക്ക വല്ലതും വഴിയെ? കാരണം അത്തരത്തിലുള്ള ആവശ്യങ്ങൾ അവിടെ നിന്ന് ഉയരുന്നു. അത് അവിടുത്തെ ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധപ്പെടാൻ ചില പ്രയാസങ്ങളുണ്ട്. എങ്കിലും നോർക്ക വഴിയുള്ള ബന്ധപ്പെടലുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ആവശ്യമായ ശ്രദ്ധ അതിനകത്ത് തുറന്ന് വെക്കുക തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി, സാലറി ചലഞ്ച് അങ്ങ് പ്രഖ്യാപിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ആ സാലറി ചലഞ്ചിൽ നിന്ന് ചില ആളുകളെ ഒഴിവാക്കണം അല്ലെങ്കിൽ മറ്റു നിബന്ധനകൾ ഒക്കെ തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് CM ശ്രദ്ധയിൽപ്പെട്ടോ? എന്താണ് പ്രതികരണം? അത് നല്ല നിർദ്ദേശമാണ്. അദ്ദേഹം പൊതുവിൽ സാലറി ചാലഞ്ചിനെ സ്വാഗതം ചെയ്യാനുണ്ടായത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എല്ലാവരെയും ഇതിന് പറ്റുമെന്നുള്ളതാണ്. അത് ശരിയാണ്. നമ്മുടെ പാർട്ട് ടൈം ജീവനക്കാരുണ്ട്, കാഷ്വൽ ജീവനക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന വേണ്ടതായിട്ട് വരും. അവർ ഇതിൻ്റെ ഭാഗമാകണമെന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേക രീതിയിൽ തന്നെ അവരെ പരിഗണിക്കുന്നതായിരിക്കും. തബ്ലീഗ് സമ്മേളനം നിയമവിരുദ്ധമായിട്ടാണ് ചേർന്നതെന്നാണെന്ന് നമ്മുടെ ഗവർണർ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ഒരു അഭിപ്രായം സർക്കാരിനുണ്ടോ? പല സംസ്ഥാനങ്ങളിലും അവിടെ പോയ ആളുകൾക്ക് ഇപ്പോൾ കോവിഡ് കൂടുതലായി ബാധിച്ചൊരു ആശങ്കയുണ്ട്. നമുക്കിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ 60 പേരാണ്, അതിൽ കൂടുതൽ നമ്പർ ചിലപ്പോൾ പങ്കെടുത്ത ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പിന്നെ ഇതിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് നേരത്തെ 28-നോ 29-നോ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം, ഇവരെ നിരീക്ഷിക്കണോ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇവർ പങ്കെടുത്തതിനെ പറ്റിയുള്ള പൂർണ്ണ വിവരം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അവർ നിരീക്ഷണത്തിൽ കഴിയുന്നതിനുള്ള നടപടികളുമാണ് സ്വീകരിച്ചു വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം വരുമ്പോഴേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയിൽ ആ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലോക്ക്ഡൌൺ ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. ഈ ലോക്ക്ഡൌൺ കൊണ്ട് നമുക്ക് ഈ രോഗവ്യാപനം തടയാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലിലേക്ക് എത്താൻ നമുക്ക് സമയമോ അതിൻ്റെ ഒരു സമയമായി വരുന്നുണ്ടോ? അല്ല, തീർച്ചയായും. കാരണം ലോക്ക്ഡൗണിൻ്റെ പ്രത്യേകത ഈ നമ്മൾ പരസ്പരം ബന്ധപ്പെടുന്ന നടപടികൾ ഇല്ലാതാകുന്നു എന്നല്ലേ. ഇപ്പോൾ നമ്മുടെ ആരാധനാലയങ്ങളെല്ലാം ഇതുപോലെ പ്രവർത്തിച്ചിരുന്നു എന്ന് വിചാരിക്കുക. എല്ലാം നമ്മുടെ മുൻപുള്ള ലോക്ക്ഡൗണിന് മുൻപുള്ള അവസ്ഥയിലായിരുന്നു എന്ന് വിചാരിക്കുക. അവിടെ എത്തിപ്പെടുന്നവർ എത്രയായിരിക്കും? വലിയ തോതിലല്ലേ ആൾക്കൂട്ടം വരിക. അതിനകത്ത് മുഴുവൻ ആൾക്കും രോഗബാധ ഉണ്ടാവണ്ട. ഏതെങ്കിലും ഒരാളോ രണ്ടാളോ ഒരു 5 പേരോ ബാധിതരായാൽ അത് സംഭാവന ചെയ്യുന്നത് എത്ര പേർക്കായിരിക്കും? എത്ര വലിയ മാരകമായ ആപത്താണ് അതിൻ്റെ ഭാഗമായി സംഭവിക്കുക. നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ രോഗാണുവാഹകനാണെങ്കിൽ നിങ്ങളെ ഇന്നത്തെ ആരോഗ്യനില വെച്ച് നിങ്ങളത് പെട്ടെന്നങ്ങ് ബാധിക്കണമെന്നില്ല. പക്ഷേ അത് സപ്ലൈ ചെയ്യാൻ പറ്റും. രോഗാണുക്കൾ സപ്ലൈ ചെയ്യാൻ ഈ ആരോഗ്യവാന് സാധിക്കും. അടുത്ത് ഒരു രോഗബാധിതനായിട്ടുള്ള ആൾ, ഹൃദ്രോഗി, അതുപോലെ വൃക്കക്ക് രോഗമുള്ള ആൾ, മറ്റ് ക്യാൻസർ പേഷ്യൻ്റ്, അങ്ങനെയൊക്കെ ഉള്ള ആൾ, ഒരു നല്ല പ്രായസ്ഥനായിട്ടുള്ള ആൾ, ഇതൊക്കെയാണെങ്കിൽ വേഗം തന്നെ അദ്ദേഹത്തെ ബാധിക്കും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമല്ലേ. അവർ ഇതൊക്കെ വകവെച്ച് ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കാറില്ലല്ലോ. ഇത്തരം പൊതുകാര്യങ്ങളിലൊക്കെ അവർ എത്തിച്ചേരുമല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് വ്യാപിക്കുമല്ലോ. അത് തടയാൻ കഴിഞ്ഞില്ലേ? അതിൻ്റെ ഗുണം ചെറുതല്ലല്ലോ. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ജനങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും സമാഹരിക്കുന്ന തുകയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് മാറ്റണമെന്ന് കമ്മീഷണർ രാവിലെ അങ്ങനെ ഇത് സാധാരണ നിലക്ക് പ്രത്യേക അക്കൗണ്ടായിട്ട് തന്നെയാണ് പോകുന്നത്. അതിൽ നമ്മുടെ നേരത്തെ പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ച
അക്കൗണ്ട് അത് പ്രളയത്തിന് വേണ്ടി തന്നെ അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നിലയാണ് എടുത്തിട്ടുള്ളത്. ആ തരത്തിലായിരുന്നു അത്. ഇത് കോവിഡിൻ്റെ രീതിയിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ കോവിഡിന് വേണ്ടിയുള്ളതാണ്. ആ അക്കൗണ്ട് പ്രത്യേകമായി സൂക്ഷിക്കുകയാണ് ചെയ്യുക. അദ്ദേഹം അത് പറയാനുള്ള കാരണം ഈ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് അനർഹരുടെ കയ്യിൽ എത്തിപ്പെട്ടു. ഇപ്പോഴും പല അർഹരായവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കോവിഡിൻ്റെ സഹായങ്ങൾ കൃത്യമായി എത്തുന്നതിന് ഒരു പ്രത്യേക ഫണ്ടിലൂടെ ചെലവഴിക്കാനാവില്ലേ എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതൊക്കെ പിന്നീട് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായല്ലോ പറഞ്ഞതെല്ലാം അബദ്ധമായിപ്പോയി എന്ന്. പിന്നെയും ആ ബോധ്യമായ കാര്യങ്ങൾ പരസ്യമായിട്ട് പറയാനുള്ള വിഷമം കൊണ്ട് പിന്നെയും അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. അതിന് എനക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. അതുപോലെ ഈ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാരെ ഒരു വിഭാഗത്തെ ഒഴിവാക്കുന്നുണ്ട് താൽക്കാലികം, പക്ഷേ സ്ഥിരം ജീവനക്കാരോടും നിർബന്ധിച്ച് വാങ്ങിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥന അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഗഡുക്കളായി നൽകണം തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുകയാണ് പല സംസ്ഥാനങ്ങളും നേരത്തെ ചെയ്തതുപോലെ. എന്താണ് അക്കാര്യത്തിൽ ഉള്ളത്? ഇതിനൊന്നും ഒരു നിർബന്ധവും വേണ്ടാലോ. ഇക്കാര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ ഇത്തരം കാര്യങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെടുന്ന ആളുകളാണുള്ളത്. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയില്ലേ, വലിയ എതിർപ്പുകൾ വന്നിട്ട് പോലും വലിയ തോതിലല്ലേ അതുമായി സഹകരിക്കാൻ ആളുകൾ തയ്യാറായത്, സാലറി ചാലഞ്ചിൽ സഹകരിക്കാൻ തയ്യാറായത്. ഇപ്പോൾ അങ്ങനെ നേരത്തെ സഹകരിക്കാതിരുന്നവരടക്കം ഇതുപോലൊരു മാരകമായ വിപത്ത് നമ്മൾ നേരിടുമ്പോൾ തങ്ങളാലാകാവുന്ന രീതിയിൽ സഹകരിക്കണമെന്നല്ലേ കാണുക. അതിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത് 1 മാസത്തെ ശമ്പളം നിങ്ങൾ നൽകാൻ തയ്യാറാകണമെന്നാണ്. ആ അഭ്യർത്ഥന അവർ പൊതുവിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതിലൊരു വിസമ്മതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ ഈ തബ്ലീഗ് സമ്മേളനം നിയമവിരുദ്ധമായിരുന്നു, അത് കൂടി ശരിയായില്ല എന്നാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. അക്കാര്യത്തിൽ താങ്കൾ നിലപാട്? അത് നമ്മുടെ ഇവിടെയല്ലല്ലോ സമ്മേളനം ചേർന്നത്. അത് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കട്ടെ. അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇപ്പം നമ്മൾ പരിശോധിച്ചിട്ടില്ലല്ലോ. എനിക്കറിയില്ല അതിനെപ്പറ്റി. അവർ ഹൈക്കോടതി എന്തടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ പോയത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ പൊതുവായൊരു അഭ്യർത്ഥനയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സർക്കാർ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് അവർ കോടതിയിൽ പോയി എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ പോയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരത്തെ ഈ കരാർ ജീവനക്കാർക്കും ഡെയിലി വേജസുകാർക്കും ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു, ഉത്തരവ് ഇറങ്ങി. എന്നാൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഒരു വിഭാഗം ഗസ്റ്റ് ലെക്ചർമാർക്ക് ഇത് നിഷേധിക്കുന്നതിനുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. അവർക്ക് DME ഉത്തരവ് കൈമാറിയിട്ടില്ല എന്നാണ് DME അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ചെറിയ വിഭാഗം ഗസ്റ്റ് ലെക്ചർമാരാണ് അവർ. ലെക്ചർമാരുടെ കാര്യമല്ലല്ലോ ഇപ്പം നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഈ ഫീൽഡിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ കാര്യമല്ലേ. ഈ കോവിഡ് ബാധിച്ച് ലോക്ക്ഡൌണിനെ തുടർന്ന് സ്കൂളുകൾ അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഈ അടച്ചിട്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് ആനുകൂല്യം കൊടുക്കുന്ന കാര്യം, ഡെയിലി വേജസുകാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഉത്തരവിറങ്ങിയിരുന്നു. അതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു വിഭാഗത്തിനെ മാത്രം മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് ആരോപണം. അത് പ്രത്യേകം പരിശോധിക്കാൻ എന്താണ്. ഈ കേരള ഹൈക്കോടതി കർണാടകയുടെ നിലപാട് മനുഷ്യത്വരഹിതമാണെന്ന് പറയുകയും CM തന്നെ പലവട്ടം റോഡ് ബ്ലോക്ക് മാറ്റണമെന്ന് വലിയ എഫർട്ട് എടുക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ഈ സ്ഥിതി തുടരുകയാണെന്ന് CM പറഞ്ഞു. ഇനി നമുക്ക് കേരളത്തിന് എന്താണ് ചെയ്യാനാവുക? ഇനി കേന്ദ്രവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സൊല്യൂഷൻ നമ്മുടെ പക്കലുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇന്നൊരു പരിശോധന നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിലപാടിന് ഏകദേശം ഇപ്പോൾ സമയാവുകയാണെന്നാണ് തോന്നുന്നത്. അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. കാര്യങ്ങൾ പരിശോധിക്കുന്ന നടപടികൾ തുറന്നു പോകും. ഇപ്പോൾ സാധാരണ നിലക്ക് ഡോക്ടർമാരുടെ പരിശോധനയുടെ ഭാഗമായിട്ട് ഇതല്ല എന്ന് തോന്നിയാൽ നമുക്കിപ്പോൾ ഒരു ചെറിയ ചുമ വന്നു, അത് ഈ കോവിഡാണ് എന്ന് സംശയിച്ചാൽ ഡോക്ടർ പറയുന്നുണ്ടാവും ഇത് കോവിഡ് അല്ല, അതുമായിട്ട് വേറെ സംശയമില്ല എന്ന് ഡോക്ടറുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ ആള് നേരെ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടി വരില്ല. അതാണ് പ്രത്യേകത. റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് ആവശ്യത്തിന് ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അത് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഡ്യൂട്ടി ക്രമീകരണം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പുനഃക്രമീകരിക്കുമെന്ന്. പക്ഷേ ഈ ഓഫീസ് തലവന്മാർ സ്വന്തം നിലയ്ക്ക് സർക്കുലർ
ഈ ജീവനക്കാർ നിർബന്ധമായും ഓഫീസിൽ എത്തണമെന്ന് പറയുന്നുണ്ട്. മറ്റ് ജില്ലകളിലുള്ള ജീവനക്കാരും വരണം. പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒപ്പം തന്നെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് അത്തരത്തിലുള്ള നിർബന്ധം പിടിച്ചുകൊണ്ടുള്ള സർക്കുലർ ഏകീകരിച്ച ഒരു സർക്കുലർ ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ നിൽക്കേണ്ട, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിനെ പോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി നിൽക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പോൾ അവരെല്ലാവരും ഇതിൻ്റെ ഭാഗമായി നിൽക്കണം. അതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഹലോ, അസിയം, കഴിഞ്ഞ ദിവസങ്ങൾ അങ്ങ് ചോദിച്ചപ്പോൾ ഈ മദ്യത്തിന്റെ കാര്യത്തിൽ എഴുതാൻ പറ്റാത്ത ഡോക്ടർമാർ എഴുതണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നിപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു വശത്ത് മദ്യം വീട്ടിലെത്തിക്കാം എന്നുള്ള ഓർഡർ ഇറങ്ങുന്നു. പക്ഷെ മറുവശത്ത് IMAയുടെ ഒരു വിഭാഗം KGMOയൊക്കെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അല്ല, അതിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പറയുന്ന കൂട്ടർ ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്നവർ അതിന് തയ്യാറാകേണ്ടതില്ല. ഞങ്ങളാരും ഗവൺമെൻറ് ഇപ്പോൾ അവരെ പിന്നാലെ നിങ്ങളിത് കൊടുത്തോളണം എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. എന്നാൽ പലയിടത്തുമുള്ളൊരു സമ്പ്രദായം നമ്മളും ഇവിടെ സ്വീകരിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൻ്റെ അർത്ഥം ആരെയും നിർബന്ധിച്ച് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തോളണം എന്ന് പറയിപ്പിക്കലല്ല. അത്തരം ഒരു നടപടിക്കും സർക്കാർ പോകുന്നില്ല. സർക്കാർ ഊന്നൽ കൊടുക്കുന്നത് ഇപ്പോൾ കുറേ ദിവസമായി, ഒരാഴ്ച കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മദ്യാസക്തരുടെ ആ മദ്യാസക്തിക്ക് വലിയ ശമനം വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ആളുകളെയെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും എല്ലാം നല്ലതുപോലെ സ്നേഹപൂർവ്വം സമ്മർദ്ദം ചെലുത്തി നമ്മുടെ വിമുക്തി കേന്ദ്രത്തിലേക്ക് എത്തിക്കുക. എന്നിട്ട് അദ്ദേഹത്തെ പൂർണ്ണമായും മദ്യാസക്തിയിൽ നിന്ന് മുക്തനാക്കുക. ഇതാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. ഇതാണ് സർക്കാർ കാണുന്നത്. പക്ഷെ വീട്ടിലെത്തിക്കാനുള്ള ഒരു തെറ്റായ സന്ദേശമില്ലേ? വീട്ടിൽ സുരക്ഷിതമായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വശത്ത് മദ്യം വീട്ടിലേക്ക് തന്നെ കൊടുക്കാനുള്ള ഒരു തെറ്റായ സന്ദേശമാവോ? ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞല്ലോ. CM, സമൂഹ വ്യാപനത്തിന്റെ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്നത്തെ 24 കേസിൽ 9 എണ്ണം മാത്രമാണ് വിദേശത്ത് നിന്ന് വന്നത്, ബാക്കിയെല്ലാം സമ്പർക്കത്തിലൂടെ. അപ്പോൾ ഈ പോത്തൻകോട് സ്വദേശിയുടേതടക്കം സോഴ്സ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ 24-ൽ 9 കഴിച്ച് ബാക്കിയുള്ളതിൽ സോഴ്സ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? സമ്പർക്കം എന്ന് പറയുന്നത് സമ്പർക്കത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതിൽ കൃത്യമായി സോഴ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. അല്ലാതെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാൻ നിൽക്കരുതെന്ന്. കൃത്യമായ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ആരുമായുള്ള സമ്പർക്കമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ആളുകളെ പരിശോധിച്ചാലും മനസ്സിലാവും. കുറേ ഭാഗം സ്ത്രീകളാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ടവരാരായിരുന്നു എന്നും അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. അതൊക്കെ വസ്തുതകളാണ്. നമ്മൾ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്നതിനെ ആശങ്കയോടെ കാണണം. അത് തടയുന്നുള്ള നടപടികൾ സ്വീകരിക്കണം. പക്ഷേ അനാവശ്യമായ ഭീതി പരത്തുന്ന നിലപാട് നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടെ ഹെലികോപ്റ്ററിന്റെ വാടക അഡ്വാൻസായി കൊടുത്തു എന്നൊരു വാർത്തയുണ്ട്. അത് നേരത്തെ സർക്കാർ തീരുമാനിച്ചതാണ്. അതതിൻ്റെ മുറക്ക് നടക്കും. നേരത്തെ ഉത്തരവിറങ്ങി പണം കൈമാറി. അത് ഉത്തരവിൻ്റെ ഭാഗമായിട്ട് പണവും കൊടുക്കും. അതിനകത്തൊന്നും വേറെ സംശയമില്ല. ഈ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ യോഗത്തിൽ നിന്ന് ഒരു വിഭാഗം ജീവനക്കാരുടെ സംഘടനകളെ ഒഴിവാക്കിയതായിട്ട് ആരോപണമുണ്ട്. അവർ കഴിഞ്ഞ തവണ കോടതിയിൽ പോയതുകൊണ്ട് ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരാരാണെന്ന് എനിക്കറിയില്ല. സ്വകാര്യ ആശുപത്രികൾ അവധി കൊടുക്കണം, ശമ്പളത്തോടുള്ള അവധി കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രി 15 ദിവസം ലോസ് ഓഫ് പേ അവധിയിൽ പോകാനാണ് ജീവനക്കാരോട് നിർദ്ദേശിക്കുന്നത്. നേഴ്സ് ലാബ് ജീവനക്കാരോട് അത്തരത്തിൽ ആവശ്യപ്പെട്ടു. അല്ല, അത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ. ഇന്നലെ തന്നെ പറഞ്ഞത് ഈ ചില സ്വകാര്യ ആശുപത്രികളിൽ ഈ തരത്തിൽ ലോസ് ഓഫ് പേ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് ശരിയല്ല. അത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ പാടില്ല. ഈ ഘട്ടത്തിൽ ലോസ് ഓഫ് പേക്ക് നിർബന്ധിക്കരുത്. എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്ന നിലയാണ് വേണ്ടത് എന്നൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. അത് അവിടെയാണ് സർക്കാർ നിൽക്കുന്നത്. ഈ സന്നദ്ധ പ്രവർത്തനത്തെ ഞങ്ങൾ പറഞ്ഞു. കൊടുവള്ളി MLA അദ്ദേഹത്തിന്റെ പേരും
പട്ടണത്തിലെ പേരൊക്കെ ബാഡ്ജ് അടിച്ച് ആൾക്കാരെ സന്നദ്ധ സേന ദ്രുതകർമ്മ സേന എന്ന പേരിൽ രംഗത്തിറക്കിയിട്ടുണ്ട്. ശ്രദ്ധയപ്പെട്ടതായിരുന്നു. കൊടുവള്ളി MLA ആണ്. എൻ്റെ ശ്രദ്ധയിലില്ല. ആ തരത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് സന്നദ്ധ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാൻ പറ്റില്ല. ഇതിന് പൊതുവായ മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി മാത്രമേ ഇറക്കാൻ പറ്റൂ. CM ഈ തമിഴ്നാട്ടിൽ വലിയ തോതിൽ രോഗികളുടെ എണ്ണം കൂടുക. ഇന്ന് മാത്രം 100-ലധികം ആളുകൾക്ക് പോസിറ്റീവായിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ അവിടെ നിന്ന് നമുക്ക് ഈ ഫ്ലൈറ്റ് കാരിയേഴ്സ് ചരക്ക് വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് വേണ്ട വിധ പരിശോധന കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ഉറപ്പുവരുത്താൻ എന്തെങ്കിലും ക്രമീകരണം ഉണ്ടോ? നമ്മൾ അതിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ഏത് വാഹനം സംസ്ഥാന അതിർത്തി കടന്നു വരുമ്പോഴും ഇവിടെ സ്വീകരിക്കും. അപ്പോൾ അതിൽ പ്രത്യേക ആശങ്ക വേണ്ടതില്ല. കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടാകും. ഈ ലോക്ക്ഡൌൺ നടപടികൾ ലംഘിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ സംഘത്തിനിടെ കോഴിക്കോട് വെച്ച് ആക്രമണം നടന്നു. CM-ന്റെ ശ്രദ്ധയിൽപ്പെട്ടെന്നും പരിശോധിക്കുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ട് അറിവുണ്ടോ? ഏതാണത്? കോഴിക്കോട് ലോക്ക്ഡൌൺ നടപടികൾ ലംഘിച്ച ചുമട്ടുതൊഴിലാളികൾ ഇത് സംബന്ധിച്ച വാർത്ത നൽകാൻ പോയ മാധ്യമ സംഘത്തിന് നേരെ അക്രമം ഉണ്ടായി കോഴിക്കോട്. അതങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, പരിശോധിക്കുമെന്നായിരുന്നു അങ്ങ് പറഞ്ഞിരുന്നത് ഒരു 3 ദിവസം മുമ്പ്. ഏതെങ്കിലും രീതിയിൽ അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും നടപടി ഉണ്ടായതായിട്ടാണ്? അതിൻ്റെ ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോഴെൻ്റെ കയ്യിൽ വിവരമില്ല എന്താണ് അത് സംബന്ധിച്ച് നടന്നതെന്നുള്ളത്. അത് ആവശ്യമായ നടപടി എടുത്തിട്ടുണ്ടാകും. ചികിത്സ കഴിഞ്ഞ് വടക്കൻ ജില്ലകളിലേക്ക് പോകാനുള്ള ഒരുപാട് രോഗികളുണ്ട്. അവർക്ക് വീട്ടിലാണ് തുടർ ചികിത്സ പറഞ്ഞിരിക്കുന്നത്. അത്തരം രോഗികൾക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ നിലവിൽ RCCയുടെ ഭാഗത്തുണ്ട്. കാര്യം ആ ഭാഗത്ത് താമസിക്കാൻ ഇടമില്ല.